മീനെ കാണാന്. വാവ്, മീനെ കാണാൻ പോണ്ട നമുക്ക്. ചെറിയ മീൻ മതിയോ? വലിയ മീനോ ചെറിയ മീനോ ഉണ്ട്? അപ്പൊ ചെറിയ മീനെ കാണിച്ചാ കേട്ടോ. ഇപ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം അക്വേറിയത്തിൻ്റെ സൈഡിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നല്ല റഷ് കാണാനുണ്ട് ഇവിടെ. ഐഷ ഇവിടെ ഇങ്ങനെ ഹറിബറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഓരോ പാക്കേജസും അതിൻ്റെ ചാർജസും അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രീനിനകത്ത്. നമ്മൾ സെലക്ട് ചെയ്ത പാക്കേജ് ദുബായ് അക്വേറിയം ആൻഡ് അക്വാ നഴ്സറി എന്നതാണ്. അതിൻ്റെ ചാർജ് 175 ദിറംസ് പെർ പേഴ്സൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോട്ടിംഗ് സർവീസ് ഇൻസൈഡ് ദ അക്വേറിയം അതുകൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് 21 ദിറംസ് പെർ പേഴ്സൺ. എന്ത് പിടിക്കണോ? പോയി പിടിച്ചോ. എന്താ ഈശ, മീൻ കിടക്കണ്ടോ? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ കയറാൻ പോകുന്നത് ദുബായ് അക്വേറിയത്തിൻ്റെ ടണലിനുള്ളിലോട്ടാണ്. അപ്പോൾ ടണലിനുള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എൻട്രൻസിൻ്റെ അവിടെ കാണാൻ പറ്റും ഒരു ഫോട്ടോ ബൂത്ത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്കിങ്ങനെ ഫോട്ടോ എടുത്തു തരും അവർ. അത് കഴിഞ്ഞ് നമുക്ക് കൗണ്ടറിൽ അവിടെ പോയിട്ട് പേ ചെയ്തിട്ട് ഫോട്ടോസ് നമ്മുടെ കയ്യിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവരിങ്ങനെ അക്വേറിയത്തിൻ്റെ ഒരു പിക്ചർ ആക്കിയിട്ട് വെച്ച് തരും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ടണലിനുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആ കാണാൻ കഴിയുക. ഒരു ബ്ലൂ കളർ ഇങ്ങനെ എങ്ങാനുമായിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ടണൽ, ഒരു ഗ്ലാസ് ടണൽ ഇവരുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കൂടെ നമ്മളിങ്ങനെ നടക്കുകയുണ്ട്. ഇതിന് ചുറ്റുപുറമായിട്ട് ഇങ്ങനെ പലതരം പല വലിപ്പത്തിലും പല രീതിയിലുള്ള മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതും കാണാൻ പറ്റും. സൂപ്പർ എക്സ്പീരിയൻസ് ആണിത്. ഐഷ കംപ്ലീറ്റ് എക്സൈറ്റഡ് ആയിട്ട് നടക്കുകയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഐഷൻ്റെ മാത്രമല്ല നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്.
പാമ്പല്ല, മീനാണ്. ഇതാ അപ്പോൾ ഇതാ ടണലിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഫിഷൊക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിലും മുകളിലും എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുക. ടണലിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഞങ്ങൾ ഇനി അടുത്ത അക്വാ നഴ്സറി എന്നുള്ള എക്സ്പീരിയൻസിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിലേക്കുള്ള കാഴ്ച കാണാം. ടണലിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടണൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഇനി അടുത്ത് കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്വാ നഴ്സറി, അണ്ടർ വാട്ടർ സൂ, ബോട്ടിങ്. ഇത് മൂന്നും ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡിസ്പ്ലേ സ്ക്രീൻ കാണാൻ കഴിയും. ഡിസ്പ്ലേ സ്ക്രീനും അതിൻ്റെ കൂടെ 4 ബട്ടണും ഉണ്ട്. ഈ 4 ബട്ടനെ കുറിച്ച് ഇതിൻ്റെ ഹിയറിങ്, സ്മെല്ല്, അങ്ങനെയുള്ള ഈ ഫിഷുകളുടെ ഡീറ്റെയിൽ ഇൻഫർമേഷനാണ്. ഓരോ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഹിയറിങ് എങ്ങനെയാണ്, പ്രോസസ്സ് എങ്ങനെയാണ്, സ്മെൽ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ അങ്ങനെയുള്ള സൈറ്റ് വിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അക്വാ നഴ്സറിൻ്റെ സ്റ്റാർട്ടിങ് സെക്ഷനാണ്. അപ്പോൾ ഒരു ഗൈഡ് ഉണ്ട്, അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇപ്പോൾ ഉള്ള ഇവിടെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട്. So everyone, welcome to the Backup House. This is one of the experience in your ticket. Behind the safer was the interactive platform downstairs. So before proceeding inside, please watch your steps. The floor is very slippery. And please let's stay all together until we go out. In this part, we're going to see how we take good care of the animals, how we feed them, and also how we maintain the main aquarium. And also if you have a fish feeding or the VIP pass, we're also going to feed the fish down in the platform. So if you have any questions throughout the journey, feel free to ask. So ready? Let's move forward, please. First, we have our lab or the laboratory. Here, all the medical concerns about the animals are done inside, like preparing their vitamins, their medicines, and also checking the water chemistry of the aquarium. Here, we make sure that the water is not only clean but also healthy for our marine life. Aside of that, if you will look closely here, covered with this way. This is another lab, but mostly focused to our project, the artificial insemination, wherein we gather a sample semen of adult sharks and stingray. We keep it in the cryogenic vessels on the back. And this sample, we keep it for the future generation of those species. So a lot of scientists believe that this project is really going to help us in the future to save those species that are already threatened with extinction. Okay? Any questions about the lab? This cage, we use this to feed the shark every day at 2 o'clock. We give them some mackerel, tuna, and also milk fish. Plus, if you want to experience our snorkeling or shark walker, you can also do it inside. You just need to have a reservation 1 day ahead. They will provide you everything. Equipment, training, plus they will guide you inside the water. Any questions about
അവർ കാണിക്കാൻ പോകുന്ന ഈ ഏരിയ മീൻസ് കുറേ ടാങ്ക്സ് ഉണ്ട്. ഈ ടാങ്ക്സിൽ അവർ 5 മാസം വരെ ഉള്ള ഫിഷിനെ അവർ ഓരോ ഏജിനനുസരിച്ച് അവർ ഈ ടാങ്കിൽ സൂക്ഷിക്കും. 5 മാസം ആയതിനു ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, മെയിൻ ടാങ്കിലേക്ക് മാറ്റുള്ളൂ. ഇനി അവർ കാണിച്ചു തരുന്നത് ഈ എന്താണ് മീനിൻ്റെ ഒരു ബ്രീഡിങ് പ്രോസസ്സാണ്. ഈ പച്ചനത്തിൽ എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല ആക്ച്വലി. അത് കഴിഞ്ഞ ശേഷം വേറൊരു ടാങ്കിൽ നമുക്ക് കുറേ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ മീനിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റേജ്, അതിൻ്റെ ബ്രീഡിങ്ങാണ് അവർ പറഞ്ഞിരുന്നത് ഇതുവഴി. ആ ടാങ്കിൽ ചെറിയ ചെറിയ മീനുകൾ കാണുന്നുണ്ട്. കാണുന്നത് കിച്ചണാണ്. ഈ ഫിഷിനുകൾക്കുള്ള ഫുഡ് ഇവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവർ മീനിനെ കട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നതാണ് പറയുന്നത്. അതില്ലാന്നെങ്കിൽ അതിലുള്ള വലിയ മീനുകൾ ചെറിയ മീനുകൾ തിന്നുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കിച്ചണാണ് കിച്ചണിൻ്റെ ഫെസിലിറ്റിയാണ് അവർ കാണിച്ചിരുന്നത്. ഈ കാണുന്നത് ജെല്ലി ഫിഷിൻ്റെ ഒരു ഗ്രോയിങ് പ്രോസസ്സാണ്. ഫസ്റ്റത്തെ ഓരോ സ്റ്റേജിലും ജെല്ലി ഫിഷിൻ്റെ വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു കൂടുതലാക്കി അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അവസാനം ഓരോ സ്റ്റേജും ഓരോ ഏജിലുള്ള സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഫിഷിൻ്റെ ഫീഡിങ് പ്രോസസ്സാണ്. അതിന് നമ്മളെല്ലാവരും താഴെ പോയി ഒരു KG ബോൾ ഉണ്ടാക്കിക്കണം. അപ്പോൾ താഴെ ഇറങ്ങി വന്നിട്ട് അവരതിൽ ഫിഷിൻ്റെ എന്തോ ഒരു മീനിൻ്റെ തന്നെ ഇതുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ മീൻ നിന്ന് കഴിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താ വെച്ചാൽ ഇവർ പറയുന്നത് വിശക്കുന്ന സമയത്ത് എല്ലാ മീനുകളും ഈ ഫീഡിങ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അവർ പറയുന്നത് ഇത് ഫസ്റ്റ് ടൈം അവർക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ മീനുകൾക്ക് മനസ്സിലായി തുടങ്ങി ഈ ഏരിയയിലാണ് ഫുഡ് കിട്ടുന്നത്. അങ്ങനെ എല്ലാ മീനുകളും അവർക്ക് വിശക്കുന്ന സമയമാകുമ്പോൾ ഈ ഫീഡിങ് സ്റ്റേഷൻ്റെ ഏരിയയിലേക്ക് വന്ന് നിൽക്കും. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുഡ് ഇട്ട് കൊടുക്കുന്ന ഒരു സീനാണ്. ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴുള്ള മീനുകളൊരു ചാട്ടമൊക്കെയാണ് കാണുന്നത്. അവരിട്ട് കൊടുത്തപ്പോൾ അന്ന് വെള്ളം കൊണ്ട് ചാടി അതെൻ്റെ മേത്തൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഉപ്പുവെള്ളമാണ്, ഉപ്പുവെള്ളത്തിൻ്റെ രുചിയാണ്. ഇത് കടലിലെ അതേപോലത്തെ ഒരു ക്രമീകരണമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇവിടെ വെള്ളമെല്ലാം കടലുള്ള ഉപ്പുവെള്ളമാണ്. അത് ഫുഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊരു ഫിഷിൻ്റെ ഒരു ട്യൂണയുടെ തലയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു മീനിൻ്റെ തലയാണ് അവർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 3 ടൈംസ് അവരിടും.
ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്ന ഒരു സിമുലേറ്റർ എക്സ്പീരിയൻസ് ആണ് അത്. പക്ഷേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു അടച്ചിട്ട റൂമിലുള്ള ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരുന്നതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എനിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് അതിലിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. Follow my signal and I'll show you around. In our aquarium, you'll find more than 80 different species of sharks, rays, and fish. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ബോട്ടിങ്ങിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന സ്ഥലം ഗ്ലാസ്സാണ്. ഈ ഗ്ലാസിൻ്റെ അടിയിലൂടെ നമുക്ക് താഴെയുള്ള മീനുകളെല്ലാം കാണാൻ പറ്റും. ഇതിലൊരു ഗൈഡ് ഉണ്ട്. ഈ ഗൈഡ് ഇതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കടലിൻ്റെ രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇതിലെ ലൈറ്റിംഗ് സിസ്റ്റം രാത്രിയാകുമ്പോൾ എല്ലാ ലൈറ്റിംഗ് സിസ്റ്റം ഓഫാക്കും, പകലാകുമ്പോൾ ഓണാക്കും. പിന്നെ വെള്ളം ഉപ്പ് വെള്ളമാണ്. ബോട്ടിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഞാനിപ്പോൾ ചെയ്തതിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പ്ലേസ് ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ പോകുന്ന അണ്ടർ വാട്ടർ സൂ ആണ്. ഇവിടെ ഈ അണ്ടർ വാട്ടർ സൂവിൽ ചെറിയ ചെറിയ അക്വേറിയങ്ങളിലായിട്ട് ഓരോ മീനുകളിലും നമ്മൾ അക്വേറിയത്തിൽ കണ്ട മീനുകൾ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തത്തകളുണ്ട്, അതുപോലെ മുതല, അതുപോലെ തന്നെ നീർനായ, അങ്ങനെ പെൻഗിൻ. നമ്മളെ ഈ അണ്ടർ വാട്ടറിൽ കാണുന്ന ഒരുവിധമുള്ള എല്ലാ മൃഗങ്ങളെയും പ്ലസ് ഫിഷുകളെയും കുറിച്ചുള്ള ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഡിസ്പ്ലേ സ്ക്രീൻസ് ഉണ്ട്. അതിലെല്ലാം അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ആ ഡിസ്പ്ലേ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു തൂക്കുപാലം പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇനി അണ്ടർ വാട്ടർ സൂവിലുള്ള പല പ്രാവശ്യം ദുബായ് മാളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് പുറത്തുനിന്ന് കാണാമെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് കയറി കണ്ടപ്പോൾ അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഈ എമൗണ്ടിൽ നമുക്ക് മുതലാകാൻ കഴിയുന്ന അത്ര സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ ടണൽ, അക്വേറിയം, അണ്ടർ വാട്ടർ സൂ, ഇതെല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും എൻജോയ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആയുഷും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളും വന്ന് കാണുക.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.